ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ പുൽക്കൂടെന്ന വിശേഷണവുമായി കൊളംബിയയിലെ വെനീസ് മുനിസിപ്പാലിറ്റിയിലെ ആന്റിയോക്കയിലെ സാൻ ജോസ് ദേവാലയത്തിൽ നിർമ്മിച്ച പുൽക്കൂട് ശ്രദ്ധ നേടുന്നു. വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രം കൂടിയായ സാൻ ജോസ് ദേവാലയത്തിൽ 250 ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ വാസ്തുകലാ വിദഗ്ധനായ ലൂയിസ് ഫെർണാണ്ടോ ബെറ്റാൻകോർട്ടാണ്. ഖനികളിൽ നിന്നും കൽക്കരി കൊണ്ടുവരുന്ന ട്രെയിൻ, പനേല എന്നറിയപ്പെടുന്ന മിഠായി ഉണ്ടാക്കുന്നവർ, ക്രിസ്മസ് കാലത്ത് ആശംസകളുമായി ബലൂൺ പറത്തുന്നവർ, ഫ്രാൻസിസ്കൻ ഫ്രിയാർമാരുടെ ആശ്രമം, ബേക്കറി തൊഴിലാളികൾ, മുടിവെട്ടുന്നവർ, ഇറച്ചി വെട്ടുന്നവർ തുടങ്ങി ആന്റിയോക്യൻ ജനതയുടെ ദൈനംദിന ജീവിതത്തിലെ വിവിധ രംഗങ്ങളും പുൽക്കൂടിന്റെ പ്രമേയത്തിൽ ഉൾപ്പെടുന്നു. വെള്ളത്തിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന 150ഓളം യാന്ത്രിക ചലനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 25 മീറ്റർ നീളമുള്ള നദിയാണ് പുൽക്കൂടിന്റെ മറ്റൊരു സവിശേഷത. ആന്റിയോക്യ ഡിപ്പാർട്ട്മെന്റിലെ മെഡലിൻ സംസ്ഥാനത്തുള്ള പരമ്പരാഗത പട്ടണത്തിന്റെ മാതൃകയും പുൽക്കൂട്ടിലുണ്ട്. 10 പേരടങ്ങുന്ന സംഘം 20 ദിവസത്തോളം പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഈ പുൽക്കൂട്. കഴിഞ്ഞ 14 വർഷമായി ഈ പുൽക്കൂട് നിർമ്മിച്ചു വരുന്നുണ്ടെന്ന് ബെറ്റാൻകോർട്ട് എൻ കൊളംബിയ പത്രത്തിനോട് പറഞ്ഞു. ഓരോ വർഷവും പുൽക്കൂടിന്റെ വലുപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സന്ദർശിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നതും ശ്രദ്ധേയമാണ്. പുൽക്കൂട് അതിന്റെ അടിത്തട്ടിലെ വിവിധ രൂപങ്ങളിൽ നിന്ന് തുടങ്ങി മുകളിൽ യേശുവിലെത്തിയാണ് അവസാനിക്കുന്നതെന്നതാണ് പ്രത്യേകത. ക്രിസ്മസ് കാലമായതോടെ നിരവധി പേരാണ് കുടുംബത്തോടൊപ്പം ഈ മനോഹര നിർമ്മിതി കാണുവാൻ ദേവാലയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. International Desk, Vox News.